ഹലോ, ഇന്ന് നമ്മൾ ഇന്ത്യൻ ചാമ്പ്യൻ ഹീറോനെ ഗ്രൂമിങ് ചെയ്യാൻ പോകണേ. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫുൾ നല്ല വൈറ്റനിങ് ഷാമ്പൂ, ഹൈഡ്രേറ്റ് വൈറ്റനിങ് ഷാമ്പൂ ഇട്ട് കുളിപ്പിക്കുന്ന സീനാണ് ഈ കാണുന്നത്. വൈറ്റനിങ് ഷാമ്പൂ ഇട്ട് കുളിപ്പിച്ചതിന് ശേഷം പിന്നെ കണ്ടീഷണർ അപ്ലൈ ചെയ്യണം. ഏകദേശം നമ്മൾ കുളിപ്പിച്ച് സെറ്റാക്കി നിർത്തി, ഷാമ്പൂ ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടാണല്ലേ. ഇത് കഴിഞ്ഞ ഉടനെ ഫുള്ള് കഴുകി കളഞ്ഞിട്ട് പിന്നെ അടുത്ത് കണ്ടീഷണർ അപ്ലൈ ചെയ്യണം. ഷാമ്പൂ ഇട്ട് നല്ലോണം കുറച്ച് നേരം 2 മിനിറ്റ് 3 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷാമ്പൂ ഇട്ട് കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞു. അതിനുശേഷം എല്ലാം ഷാമ്പൂവിൽ കഴുകി കളഞ്ഞതിന് ശേഷം ഇപ്പം കണ്ടീഷണർ അപ്ലൈ ചെയ്യണം. വൈറ്റനിങ് എന്താ പറയുക, കോട്ട് കണ്ടീഷണർ എന്ന് പറയുന്ന സംഭവം അപ്ലൈ ചെയ്യണം. ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഷാമ്പൂ ചെയ്യുമ്പോൾ തന്നെ രണ്ടാമത്തെ പരിപാടി ഇതാണ്. ഷാമ്പൂ ചെയ്തതിന് ശേഷം ഈ കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് കുളിപ്പിക്കണം. അപ്പോൾ ഈ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ച് വേണം കുളിപ്പിക്കണം. അല്ല ചെവിയിലൊക്കെ വെള്ളം കയറാൻ, ഇൻഫെക്ഷനൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്താ ആൾ ഇപ്പം കുളിപ്പിച്ച് ശീലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നിന്നിരുന്നൊക്കെ ഉണ്ട്. നോക്കിയേ, ഉണ്ടോ? കുളിപ്പിക്കാൻ നോക്കുമ്പോൾ വെള്ളമൊക്കെ കൊണ്ടുപോകുമ്പോൾ ആൾ വലിപ്പമില്ല തീരെ. കോട്ടുള്ളപ്പോൾ നല്ല കാണുമ്പോൾ നല്ല കുഴപ്പമില്ല, നല്ല വണ്ണമെല്ലാം തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതാ നനഞ്ഞ് കഴിയുമ്പോൾ ഈ പറഞ്ഞാലേ ചില കോഴികളൊക്കെ നനഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവില്ല, കാണില്ലേ, വണ്ണം കുറഞ്ഞ പോലെ. അതുപോലെ വണ്ണം തോന്നുന്നില്ല, കാണുന്നില്ല. ഇപ്പോൾ ഇത് കുറഞ്ഞിട്ട് ഭയങ്കര വണ്ണമെല്ലാം കുറഞ്ഞിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഫിനിഷായി കൊണ്ടിരിക്കുകയാണ്. എന്താ സെറ്റപ്പായി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 2 മിനിറ്റ് നേരം ഇതിനും കണ്ടീഷണർ വെക്കണം. അതിനുശേഷം പിന്നെയും കഴുകി കളയണം. ഇപ്പോൾ ഏകദേശം ആൾ കണ്ടീഷണർ ഇട്ട് സെറ്റായി. എന്താ പിന്നെ ഫുള്ള് കണ്ടീഷണർ നമ്മൾ ആ എടുത്തിരുന്ന കണ്ടീഷണർ ഏകദേശം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് കഴുകിക്കളയാണ്. കണ്ടീഷണർ കഴുകിക്കളഞ്ഞ് എല്ലാം കഴുകിക്കളഞ്ഞ് സെറ്റായിട്ട് കഴുകിക്കളഞ്ഞിട്ട് ഒരു കുറച്ച് പോലും ബാക്കി നല്ല ക്ലീനായിട്ട് കഴുകിക്കളയാം. രണ്ടാൾ നിന്നിരുന്നുണ്ട്, എത്ര നമ്മൾ അടിപൊളിയായിട്ട് നിന്നിരുന്നുണ്ട്. നോക്കിയേ, അതാ നമ്മളെ ഇന്ത്യൻ ചാമ്പ്യൻ ഹീറോ ആണ്. ചാമ്പ്യനൊക്കെ തന്നെയാണ്. പക്ഷേ ആൾ ചെറുതായി പോയി കുളിപ്പിച്ചപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ മഴ പെയ്യുമ്പോൾ മഴ തോടിപ്പോയിട്ട് ഭയങ്കര കുറയാണ്. ഈ തണ്ടറിനെയും പിന്നെ മഴയുടെ സൗണ്ട് അതുപോലെ ടെൻഷനാണ്, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നനയും, ഫുൾ ടൈം നനച്ചാൽ തന്നെ മഴയുള്ളപ്പോൾ. അപ്പോൾ നനയാത്ത വിധത്തിൽ സെറ്റപ്പാക്കി വെക്കണം. ഫുള്ള് നനച്ചില്ല. എന്താ ഏകദേശമായി കുളിപ്പിച്ചെല്ലാം സെറ്റപ്പായി കഴിയാറായി. നമ്മൾ സ്റ്റാൻഡുണ്ട്, ഈ സ്റ്റാൻഡൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ബ്ലോവർ, നമ്മളെ ഹീറ്റ് ഗണ്ണും ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റാൻഡിലുകൊണ്ട് കുളിപ്പിക്കാൻ സുഖം. ഇതാ ഇപ്പോൾ നമ്മളതിനെ തോർത്തിക്കുകയാണ് ഈ കാണുന്നത്. അതിൻ്റെ സ്റ്റാൻഡുണ്ട്, തോർത്താണ് ഗ്രൂമിങ് സ്റ്റാൻഡ് ഉണ്ട്. മറ്റേ ബാട്ടപ്പാണ്, ഗ്രൂമിങ് ബാട്ടപ്പാണ് കാണിച്ചത്. ഇപ്പോൾ ഈ സ്റ്റാൻഡ് കണ്ടോ, ഗ്രൂമിങ് സ്റ്റാൻഡ് നിർത്തി നല്ല അടിപൊളിയായിട്ട് തോർത്തി, നല്ല സൂപ്പറായി തോർത്തി വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ബ്ലോവർ ഹീറ്റ് ഗണ്ണ് ഉപയോഗിക്കാൻ. ഹീറ്റ് ഗണ്ണ് ഉപയോഗിച്ച് ഫുള്ള് ഡ്രൈ ആക്കണം. എന്താ തുടച്ച് വൃത്തിയാക്കാണ് ആളിപ്പം ചെടിയൊക്കെ പോലെ അധികമായിട്ട് നമ്മളെ ഡ്രൈയർ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഡ്രൈയൊക്കെ ഫുൾ ഡ്രൈ ആക്കണം. അടിപൊളിയായിട്ട് ഡ്രൈ ആക്കി കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കും, ഒരു 10 മിനിറ്റ് ഡ്രൈ ആക്കിയാൽ കറക്റ്റായിട്ട് ഫുൾ ഡ്രൈ ആവുന്നു. അപ്പോൾ അതിൻ്റെ കോട്ടൊക്കെ ഉണ്ടാക്കി നല്ല പൂവുകളുണ്ട്. ഒഴിക്കാനുണ്ടോ ചെറിയ പേടിയൊക്കെയുണ്ടായിരുന്നു. മെയിനായിട്ട് ഹോട്ടലിലെത്തി ആയിരിക്കുന്നുണ്ടാവും. അത് ഹോട്ടും മോഡലായിട്ടില്ല, കുറച്ച് ചെറിയ ഹീറ്റുണ്ടാവും. പിന്നെ അതുപോലെ നല്ല കാറ്റുണ്ടാവും. അങ്ങനെ വെള്ളത്തിന് അടിച്ച് പഠിപ്പിക്കുകയാണ്. ഒരാൾ കുഴപ്പമില്ല, ഉഷാറായിട്ടാണുള്ള ഗ്രൂമിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ എക്യുപ്മെൻറ്റും ഉള്ളതുകൊണ്ട് ഏകദേശം ഗ്രൂമിങ് വീട്ടിലുള്ള എല്ലാ ഡോഗും ഉണ്ടാകും. ഇപ്പം കണ്ടോ, ഇത് ഗ്രൂമിങ് എല്ലാം കഴിഞ്ഞ ആൾ അകത്തിരിക്കുകയാണ്, അതിൽ നിന്ന് കളിക്കുകയാണ്. ആൾ നല്ല ഹീറ്റ്, നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഉണ്ടോ, ഫുൾ ഡ്രൈ ആയി അടിപൊളി സെറ്റപ്പായിട്ട് സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ടോ. ഗ്രൂമിങ് എല്ലാം കഴിഞ്ഞിട്ട് അതാ കളിക്കുന്നത്.